ക്കാനും ഉടനടി പരിഹാരം കണ്ടെത്താനും കഴിയും. കൂടാതെ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. 94 96 01 01 0 എന്നീ എമർജൻസി നമ്പറിലും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. വാട്സപ്പ് സന്ദേശമായും ഈ നമ്പറിൽ വിവരം നൽകാവുന്നതാണ്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനായി ലൈൻ പെട്രോളിംഗ് ചെയ്തു വരികയാണ്. ഇത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നതിനായ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരണം ചെയ്തു വരികയാണ്. അത് 2 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്തും. ടേബിൾ ചെയ്തോ? ഉത്തരം ലെങ്തി ആണെങ്കിൽ ടേബിൾ ചെയ്തോ? ഇല്ല സാർ, അധികം ചോദ്യം വരില്ല. തന്നെ വിശദമായ വിവരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ സ്വമേധയാ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംവിധാനമാണ് ഫലപ്രദമായിട്ടുള്ളത്. ഇതിനായി 11 kV ലൈനുകൾ റിലേ സംവിധാനം ഉപയോഗിച്ചും ലോ ടെൻഷൻ വിതരണം ലൈനുകളിൽ ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിച്ചുമാണ് നിലവിൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോ ടെൻഷൻ ലൈനുകളിൽ മറ്റു സാങ്കേതിക വിദ്യ നിലവിലുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയതാണ്. ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടി വീഴുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫ്യൂസ് യൂണിറ്റ് പ്രവർത്തിക്കാതിരിക്കുകയും സ്വമേധയാ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണ വിവരം കിട്ടുമ്പോൾ തന്നെ ജീവനക്കാർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി കമ്പി പൊട്ടി വീഴുന്ന സന്ദർഭങ്ങളിൽ വോൾട്ടേജ്, കറണ്ട് തുടങ്ങിയവയുടെ വ്യതിയാനം തിരിച്ചറിഞ്ഞ് അപകട സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും. സ്മാർട്ട് മീറ്ററുകളുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരുന്നു. സ്മാർട്ട് മീറ്ററുകൾ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി IIT പാലക്കാട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB ഉദ്യോഗസ്ഥന്മാർ എന്നിവ ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് സമഗ്ര പഠനം നടത്തിവരുന്നു. LTE ലൈനുകളിൽ സ്പേസറുകൾ സ്ഥാപിക്കുന്ന വഴി ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി LTE ലൈനുകൾ നാളിതുവരെ 222 ലക്ഷം സ്പേസറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ലൈനുകളുടെ നിർമ്മാണത്തിന് ഭൂഗർഭ കേബിളുകൾ, ABC കണ്ടക്ടർ, കവേർഡ് കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നതായി ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ഇവ സ്ഥാപിച്ച് വൈദ്യുതി എത്തിക്കുന്നതിന് താരതമ്യേന ചെലവേറിയ പദ്ധതി ആയതുകൊണ്ട് ഭീമമായ ഇത്തരത്തിലുള്ള ചെലവ് വൈദ്യുതി താരിഫിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടും ഘട്ടം ഘട്ടമായി പ്രസ്തുത നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതാണ് KSEB തീരുമാനിച്ചിരിക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ LTE ലൈനുകളും നിലവിലുള്ള LTE ലൈനുകളുടെ റീകൺസ്ട്രക്റ്റീവ് പ്രവൃത്തികളും ABC കണ്ടക്ടർ, കവേർഡ് കണ്ടക്ടറുകൾ എന്നിവ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതിയെന്ന ഒരു നയപരമായ ഒരു തീരുമാനം KSEB എടുത്തിട്ടുണ്ട്. കൂടുതൽ സെൻസിറ്റീവ് പ്രദേശങ്ങളായ സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ സമീപത്തുള്ള പ്രതിഷ്ഠാപനങ്ങളിലും തുടർന്ന് മറ്റു പ്രദേശങ്ങളിൽ സ്പേസർ ഗാർഡിംഗ് മുതലായവ സ്ഥാപിച്ചു. മിനിസ്റ്റർ, പ്ലീസ്. സമയം 6 മിനിറ്റായി. ചോദ്യം ഡോക്ടർ മാത്യു കോൽനാടൻ. സർ, വളരെ ലെങ്തി ആയിട്ടുള്ള ഉത്തരമാണെങ്കിലും വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ഈ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള ഒരു മറുപടിയല്ല. കാരണം 13 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു തെറ്റും ചെയ്യാതെ സ്കൂൾ പ്രൊമിസസിൽ മരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം വന്നത്. ദ ഓൺലി ക്വസ്റ്റ്യൻ റിമെയിൻസ്, കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ സ്കൂൾ ബസ് സ്റ്റോപ്പുകളുടെ മുമ്പിലുള്ള ലൈൻ, ലോ ടെൻഷൻ ലൈൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാനെങ്കിലും ഈ സർക്കാരിന് സാധിക്കും. ദാറ്റ് വുഡ് ബി എ പോസിറ്റീവ് സ്റ്റെപ്പ്. ഇനിയിപ്പോ റീകണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഇവേസീവ് റിപ്ലൈ. വെദർ യു ആർ കമ്മിറ്റഡ് അബൌട്ട് ലേൺ എ ലെസൺ ഫ്രം വാട്ട് ഹാപ്പൻ, അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കുമോ? അല്ല, അത് പരിശോധിക്കേണ്ട. സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ട് പരിപാടി ആസൂത്രണം ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിനിസ്റ്റർ, അതിന് സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ? വി ഹാവ് ഓൾറെഡി ആൻ ഇൻസിഡന്റ്, വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം കുട്ടികളെ സ്കൂൾ പ്രമിസസിൽ പൊട്ടി വീണാൽ അടുത്ത കുട്ടി മരിക്കുന്നുള്ളതിന് ഇനി റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ? ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവൻ. ഇനി ഒരു കാര്യം, ഇനി ഇത് കൂടാതെ ഈ ലൈനിന്റെ താഴെയുള്ള അനധികൃത കൺസ്ട്രക്ഷൻ ലോട്ട് മെനി ഇൻ ദി സ്റ്റേറ്റ്, അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ഏർജ്. അതിന് പ്രത്യേകിച്ച് ലോ ഒന്നും വേണ്ടല്ലോ, ഇറ്റ്സ് ഇല്ലീഗൽ. അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അതിന്റെ കീഴെ പോയി ആളിൽ ചെന്ന് ലൈൻ പൊട്ടി വീണാലും മരിക്കുന്ന സംഭവം ഉണ്ടാവും. ദർ ഇസ് നോ ആക്ഷൻ കമ്മിങ്. Can you look into it? Yes. ആശുപത്രികള്, സ്കൂളുകള് ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. ഈ താങ്കൾ പറഞ്ഞ രണ്ട് വളരെ ഗൗരവമായി പരിശോധിക്കുന്നു. ശ്രീ PC വിശ്വനാഥ്. സാർ, എന്റെ നിയോജക മണ്ഡലമായ കുണ്ട്രയിലാണ്, എളമ്പള്ളൂർ പഞ്ചായത്തിലെ പുനുക്കന്നൂരിൽ ഈ 1/6/2025
വീടിന് സമീപം പൊട്ടിക്കിടന്ന KSEBയുടെ ഇലക്ട്രിക് കമ്പിയിൽ ചവിട്ടി ഗോപാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ നിരപരാധിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാറാ ഈ ഗോപാലകൃഷ്ണപിള്ള മരണപ്പെടുന്ന ആ പ്രദേശത്ത് ഈ 4 ദിവസമായിട്ട് വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ, ഇത് ഈ പോസ്റ്റ് ഒടിഞ്ഞുപോയി, അത് മാറ്റിയിടുന്നതിനുള്ള കാലതാമസത്തിന്റെ പേരിലാണ് തടസ്സം ഉണ്ടായത്. ആ സ്ഥലത്ത് ഈ അപകടമാം വിധം വൈദ്യുതി കമ്പികൾ താഴ്ന്ന് കിടന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ അതിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങയുടെ മറുപടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് കേട്ടു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും KSEBയുടെ ആധുനികവൽക്കരണവും ഒക്കെ നടക്കുമ്പോഴാണ് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് 5 ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. ഈ 5 ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഒന്ന്, ഈ 5 ദിവസവും ഒക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത്? 2, ബോർഡിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത, ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത ബോർഡിനില്ലേ, ഗവൺമെന്റിനില്ലേ? അത് നിർവഹിക്കുമോ? തീർച്ചയായിട്ടും അത് ചെയ്യും. തീർച്ചയായും ചെയ്തതിന്റെ സമയം കുറച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമുള്ളൂ. അത് അടിയന്തരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം. അതല്ല, ഇതില് ഇപ്പോ നമ്മള് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതൊരു MLA-മാരെ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് 40 MLA-മാർ ഇപ്പൊ യോഗം കൂടി അവിടുത്തെ തടസ്സങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ കൂടി ആ നിർദ്ദേശം വളരെ അടിയന്തരമായി പെട്ടെന്ന് നടപ്പാക്കും. ശ്രീ സിദ്ദിഖ് ചുമതലപ്പെടുത്തിയ പ്രകാരം അൻവർ സാദത്ത്. നമ്മളെ യോഗങ്ങൾ